പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നയന ഒഴിച്ച് വെച്ചിട്ടുള്ള പാലാണ് കേട്ടോ നവ്യ എടുത്തുകൊണ്ട് പോകുന്നത്. അബിയാണെങ്കിലും മുറിയിലാകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ നവ്യ പാലും കൊണ്ടുവന്നിട്ട് ഇത് കുടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അബിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പാലും കൊണ്ടുവരാൻ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഒന്നും അല്ലല്ലോ എന്ന് പറയുമ്പോൾ നവ്യാണെങ്കിലും പറയുന്നുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാത്രിയും ഇങ്ങനെ എനിക്ക് ഫസ്റ്റ് നൈറ്റ് തന്നെയാണെന്ന് പറയാണ്. എന്നിട്ട് ഞാൻ പിടിച്ചു തരാം, അങ്ങ് കുടിക്കും, ഞാൻ സ്നേഹത്തോടെ കൊണ്ടുവന്നല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അബിക്ക് അങ്ങ് പിടിച്ചു കൊടുത്ത് പാല് കുടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം നവ്യ പറയുന്നുണ്ടായിരുന്നു, ഞാൻ പാല് കാച്ചിക്കൊണ്ടിരുന്നപ്പോൾ ഒരുത്തി ഉണ്ടായിരുന്നു അടുക്കളയിൽ, എൻ്റെ അനിയത്തി. അപ്പോൾ തന്നെ അവൾക്കും അവളുടെ ഭർത്താവിന് പാല് കാച്ചി കൊണ്ടു കൊടുക്കണം, എന്തിനും അവൾക്ക് കോമ്പറ്റീഷൻ ആണെന്ന് പറയാണ്. അപ്പോൾ അബി ആണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നീ അവളോട് ഇങ്ങനെ കോമ്പറ്റീഷൻ ഒന്നും പോകണ്ട, നീ പരാജയപ്പെടുള്ളൂ എന്ന് പറയാണ്. അപ്പം അങ്ങനെയൊന്നും ഞാൻ പരാജയപ്പെടില്ല, അബി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നൊക്കെ പറയാണ്. പിന്നീട് നവ്യ ചോദിക്കുന്നുണ്ട് അബിനോട് പാൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ നീ ഇതിൽ രുചി കൂടാനും വേറെ ചേരുവയൊന്നും ചേർത്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല, മധുരമൊക്കെ കറക്റ്റ് ആയിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാലിൽ മധുരമൊക്കെ കറക്റ്റ് ആയിരുന്നു, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആ മധുരം ഇല്ലാന്നേ ഉള്ളൂ, കയ്പ്പാണെന്ന് പറയാണ്. അതൊക്കെ നമുക്ക് എന്തായാലും മധുരമാക്കി എടുക്കാൻ പറ്റാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതിന് നീ എന്തായാലും ഇങ്ങനെ നിൻ്റെ അനിയത്തീനെ കൊല്ലണം, അവൾ വന്നതോടുകൂടിയാണ്, അവളാണ് ഞാനൊരു ഓഫീസിൽ ഒരു തിരിമറി നടത്തിയപ്പോൾ അത് കണ്ടുപിടിച്ചത്. അപ്പോൾ ആദർശിന് എന്നോട് ചെറിയൊരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു, അവൾ വന്നതോടുകൂടി അതും പോയി എന്നൊക്കെ പറയാണ് കേട്ടോ. എന്നിട്ട് അബിയാണെങ്കിലും ഭയങ്കര ടെൻഷൻ അടിക്കാൻ, അബിക്ക് ഇങ്ങനെ ഉറക്കമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം അവിടുന്ന് നവ്യ എണീറ്റ് പോയിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, അവൻ എന്തായാലും പാതി മയക്കത്തിലായിട്ടുണ്ട്, ഇനി അവനെല്ലാം മറക്കും എന്നൊക്കെ അങ്ങനെ അവൻ എന്നോട് സ്നേഹം തോന്നുന്നൊക്കെ അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് നയനയാണെങ്കിലും ആദർശിനുള്ള പാലെടുക്കാനായിട്ട് അടുക്കളയിലേക്ക് വരികയാണ്. എന്നിട്ട് നവ്യ പൊടി കലക്കി വെച്ചിട്ടുള്ള പാലാണ് നയന അവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. എന്നിട്ട് അത് കൊണ്ടുപോയി ആദർശിന് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ റൂമിൽ ഇങ്ങനെ വന്ന് വാതിലേക്ക് അടച്ചിട്ട് ആദർശിനോട് പാല് കുടിക്കാൻ പറയുകയാണ്. അങ്ങനെ ഉറക്കം വരുന്നുണ്ടല്ലേ, ഈ പാല് കുടിക്കുകയെന്ന് പറഞ്ഞിട്ട് ആദർശിൻ്റെ നേരെ ഇങ്ങനെ നീട്ടുകയാണ്. അപ്പോൾ ഉറക്കം വരുന്നതിന് എല്ലാവരും കട്ടൻ ചായ അല്ലേ ഇട്ട് കൊടുക്കുക, പാലാണോ കൊടുക്കാറ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്തായാലും നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ടാണ് ഉറക്കം വരുന്നത്, ഇത് കുടിക്കുന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടാന്നൊക്കെ പറയും കേട്ടോ ആദർശാണെങ്കിലും. പിന്നീട് നയനാണെങ്കിലും ആദർശിനോട് നിർബന്ധിച്ച് പാല് കുടിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നയനോട് ആദർശ് പറയും, എനിക്ക് വേണ്ടാന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ചെറിയ ചൂടേ ഉള്ളൂ, ഒന്ന് കുടിക്കുകയും ഞാൻ കൊണ്ടുവന്നതല്ലേ, അല്ലെങ്കിൽ ഇത് കളയേണ്ടി വരും എന്ന് പറയുമ്പോൾ അത് കളയേണ്ട ആവശ്യമില്ലല്ലോ, നിനക്ക് കുടിച്ചൂടെ എന്ന് പറയുമ്പോൾ എനിക്ക് രാത്രി പാല് കുടിക്കുന്ന ശീലമൊന്നും ഇല്ല എന്ന് പറയും. പിന്നീട് ഇങ്ങനെ ആദർശം പറയുന്നുണ്ട്, എനിക്കും രാത്രി പാല് കുടിക്കുന്ന ശീലമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും കുടിക്കാൻ പോകണില്ല എന്ന് പറയുന്നുണ്ട്. നീ ഇങ്ങനെ സ്നേഹത്തോടെ കൊണ്ടുവന്ന് നീട്ടുമ്പോൾ എനിക്കത് കുടിക്കാനേ തോന്നുന്നില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എന്നെ സ്നേഹത്തോടെ വേണ്ട, മര്യാദയ്ക്ക് ഇത് കുടിക്കുകയെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അത് നിന്നെ അനുസരിക്കുന്ന പോലെ ആവില്ലേ എന്ന് പറയണം. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, പിന്നെ ഞാനിപ്പോൾ എന്താ വേണ്ടത്, ഇനിയിപ്പോൾ മുത്തശ്ശിനെയും വിളിക്കണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ വന്നാൽ എന്തായാലും കുടിക്കേണ്ടി വരുമെന്ന് ആദർശിന് അറിയാമല്ലോ, അപ്പോൾ അതുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവരെയൊന്നും വിളിക്കാൻ പോകണ്ട, ഞാൻ എന്തായാലും പാല് കുടിക്കുക, ഇനിയിപ്പോൾ അവർ വന്നാൽ എന്തായാലും ഈ പാല് കുടിക്കേണ്ടി വരുമെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ എന്ന് പറയുമ്പോൾ അതങ്ങനെ തന്നെയല്ലേ, നീ അങ്ങനെയല്ലേ അവരെ സോപ്പിട്ട് വെച്ചിരിക്കുന്നതെന്നൊക്കെ ആദർശ് പറയുകയാണ്. എന്നിട്ട് പാല് വാങ്ങിച്ചിട്ട് കുടിക്കുന്നുണ്ട്. അപ്പോൾ കുടിച്ചിട്ട് ഗ്ലാസ് അങ്ങ് നയനയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ട്, എന്തായാലും ഇങ്ങനെ പാല് കുടിച്ചതുകൊണ്ട് താങ്ക്സ് എന്നൊക്കെ പറയാണ്. ഞാൻ പാല് കൊണ്ടുവന്നിട്ട് ഞാൻ താങ്ക്സ് പറയേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ ഇവിടെ എല്ലാം നേരെ തിരിച്ചാണല്ലോ നടക്കുന്നതെന്ന് പറയാണ്. പിന്നീട് നവ്യാണെങ്കിലും അബിയാണെങ്കിലും ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പാതി മയക്കത്തിലായിട്ടുണ്ടാവും. അപ്പോൾ നവ്യ വന്നിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. നവ്യാണെങ്കിൽ നൈറ്റ് ഡ്രസ്സൊക്കെ ധരിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. എന്നിട്ട് ഇങ്ങനെ അബീനെ വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നവ്യ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ, ഇവനിങ്ങനെ പൊടി കലക്കി കൊടുത്തിട്ട് ഇവന് ഒന്നും തോന്നില്ല എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നവ്യ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു, അബി നിന്നോട് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്കൊരു സ്നേഹം എന്നോട് തോന്നുന്നില്ലേന്ന്. അപ്പോൾ നമ്മളിപ്പോൾ പ്രേമിച്ച് നടക്കുന്നവരൊന്നുമല്ല, ഭാര്യ ഭർത്താക്കന്മാരാണ്, പ്രേമിച്ച് നടക്കുന്നവരെ പോലെ ഇങ്ങനെ മരം ചുറ്റി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ കല്യാണത്തിന് മുന്നേ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നമുക്കൊരു കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പകുതി സ്നേഹം അവർക്ക് കൊടുക്കേണ്ടി വരും, അതുവരെ നമുക്ക് ഇങ്ങനെ സ്നേഹിച്ച് ജീവിച്ചൂടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബിക്കാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഓഫീസിൽ നടന്ന സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അബിയുടെ മനസ്സിൽ. അപ്പോൾ അത് പറയുന്നുണ്ട്, നിനക്കറിയാലോ ഇന്ന് ഓഫീസിൽ നടന്ന സംഭവങ്ങളൊക്കെ, എനിക്ക് അതിൻ്റെ ടെൻഷനാണ്, ഇനി അത് ഇന്നെന്തായാലും എനിക്ക് ഉറങ്ങാനും പറ്റില്ല എന്നൊക്കെ പറയണ്ട അബി. അപ്പം നവ്യക്കാണെങ്കിലും ഭയങ്കര ടെൻഷനാണ്, വെറുതെ ആ പൊടി വാങ്ങിച്ച് പൈസയാണെങ്കിൽ പോയി കിട്ടി, എല്ലാം ഇങ്ങനെ തട്ടിപ്പാണെന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് നൈനിയാണെങ്കിലും ഇങ്ങനെ കണ്ണാടിയിലെ മുന്നിൽ വന്ന് നിന്നിട്ട് മുല്ലപ്പൂവൊക്കെ അങ്ങനെ മുടിയിൽ വെക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ആദർശ് ഇങ്ങനെ പിന്നിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ നയനയെ തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ ഇങ്ങനെ നോക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നീ സാരിയിൽ നല്ല സുന്ദരിയായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനേക്കാളും നല്ല ഭംഗിയുള്ള സാരിയൊക്കെ ഞാൻ ഇതിന് മുൻപ് എടുത്തിട്ടുണ്ടല്ലോ, എന്നിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് ചോദിക്കുകയാണ്. എന്തായാലും ഇന്ന് നീ സുന്ദരിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നയനിനെ അങ്ങ് ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, ഈ സാരി ഞാൻ മുൻപ് എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നീ നല്ല സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അങ്ങ് കെട്ടി പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്.
പിന്നീട് ആദർശാണെങ്കിലും നൈനേനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു ധനു കഴിഞ്ഞ മകരമാസമാണെന്ന്. അപ്പോൾ അതിനെന്താണെന്ന് ഇങ്ങനെ നൈന ചോദിക്കും കേട്ടോ. അപ്പോൾ നല്ല തണുപ്പായിരിക്കും മകരത്തിൽ എന്ന് പറയുമ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു അതിന് തണുപ്പ് നിങ്ങൾക്ക് പറ്റാത്തതുകൊണ്ട് മുറിയിൽ പോലും AC ഇടാറില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ട് പുറത്ത് നല്ല പാലപ്പൂവിൻ്റെ മണാണെന്ന് പറയും. അപ്പോൾ നൈന പറയുന്നുണ്ട് ഞാൻ മുല്ലപ്പൂവ് ചൂടി വന്നാലും നിങ്ങൾക്ക് പാലപ്പൂവിൻ്റെ മണാണല്ലോ കിട്ടുന്നതെന്ന് പറയും. എന്നിട്ട് ഇങ്ങനെ നൈനേനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഗന്ധർവനും നീ യക്ഷിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നൈനയ്ക്കാണെങ്കിൽ ഒരു സംശയമാണ് കേട്ടോ, ഇന്നെന്താ ഇങ്ങനെ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ മുൻപത്തെ പോലെ മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് കറുത്തവാവാണ് നാളെ, ഇത് അതിൻ്റെ ഇളക്കാണെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഞാനിങ്ങനെ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നീ എൻ്റെ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നൈന പറയുന്നുണ്ട് എനിക്കറിയില്ലാന്ന്. അപ്പോൾ നൈനയുടെ കഴുത്തിൽ കിടക്കുന്ന താലി ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ആരുടെയാണെന്ന് ചോദിക്കുമ്പോൾ അതെൻ്റെ താലിയാണെന്ന് പറയും. അത് നിൻ്റെ താലിയല്ല എൻ്റെ താലിയാണ്, അപ്പോൾ നീ എൻ്റെ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞിട്ട് നൈനേനെ ഇങ്ങനെ നൈനയോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ പിന്നീട് നൈനയോട് പറയുന്നുണ്ടായിരുന്നു നീ നല്ലവളാണെന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ നൈനേനെയാണെങ്കിലും അങ്ങ് നൈന ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉറക്കം വരുന്നുണ്ട്, ഇന്ന് നമുക്ക് ഒരുമിച്ച് ഉറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് നൈനേനെ ബെഡിലേക്ക് അങ്ങ് തള്ളുകയാണ് കേട്ടോ. അപ്പോൾ നൈനയാണെങ്കിലും എന്താ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആദർശിനോട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ആദർശ് പറയുന്നുണ്ടായിരുന്നു നീ നല്ലവളാണെന്നൊക്കെ പറയുമ്പോൾ നൈന ചോദിക്കുന്നുണ്ട് ഇന്ന് ഈ ഒരു രാത്രി മാത്രമാണോ ഞാൻ നല്ലവള്, നാളെ ഇങ്ങനെ രാവിലെ ആയിട്ടുണ്ടെങ്കിൽ ഇത് മാറുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ടായിരുന്നു സമയവും സന്ദർഭവും അനുസരിച്ച് വാക്ക് മാറ്റി പറയുന്ന ആളല്ല ഞാനൊരു ജെന്റിൽമാൻ ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് നൈനയുടെ മടിയിലേക്ക് അങ്ങ് കിടക്കുന്നുണ്ട്. അപ്പോഴും ഇങ്ങനെ പറയൂ കേട്ടോ നീ നല്ലവളാണ്, എൻ്റെ ചങ്കാണ്, ഐ ലവ് യു എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് തവണ നൈനയോട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നൈനയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നീട് നൈനയാണെങ്കിലും ഇങ്ങനെ നൈനയുടെ മടിയിലാണല്ലോ ആദർശ് കിടക്കുന്നത്. നൈന ഇങ്ങനെ ആദർശം മദ്യപിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുക ചെയ്യുന്നുണ്ട്. മദ്യം കഴിച്ചിട്ടില്ല, അങ്ങനെ ഒരു ശീലമുള്ള ആളൊന്നും അല്ലാന്ന് നൈന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കഴിച്ചോ എന്നുള്ളൊരു ചിന്തയും ഇങ്ങനെ നൈനയ്ക്ക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നൈനയാണെങ്കിലും മുഖത്തേക്ക് ഇങ്ങനെ മുഖം ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ മദ്യം കഴിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട് നീ എൻ്റെ ചങ്കാണെന്നൊക്കെ. അപ്പോൾ നൈനയാണെങ്കിലും അന്നൊരിക്കലും ഇങ്ങനെ ആദർശിൻ്റെ മുഖത്തടിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ആദർശാണെങ്കിൽ നൈനയുടെ മടിയിൽ കിടന്നിട്ട് അങ്ങ് ഉറങ്ങുകയാണ്. അതിനുശേഷം കനകയാണെങ്കിൽ ഗോവിന്ദന് പാലുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദനോട് പാല് കുടിക്കാൻ പറയുന്ന സമയത്ത് ഞാൻ എന്തിനാ അത് കുടിക്കുന്നത്, എനിക്ക് ആരോഗ്യം നന്നാക്കണമെന്ന് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് കനകയോടാണെങ്കിൽ വീടിൻ്റെ പ്രമാണമൊക്കെ ചോദിക്കുന്നുണ്ട്. വീടിൻ്റെ പ്രമാണമൊന്നും ഷെൽഫിൽ കാണാനില്ല, അതുകൊണ്ടാണ് നിന്നോട് ചോദിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ പലിശയ്ക്ക് പണം എടുത്തത് എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ കനകയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ 2 കല്യാണങ്ങൾ ആണല്ലോ നടന്നത്, അപ്പോൾ അതിന് പൈസ വേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിൻ്റെ ചേച്ചി സഹായിച്ചു എന്നല്ലേ നീ പറഞ്ഞത്, എന്നിട്ട് വീടിൻ്റെ പ്രമാണം ഇങ്ങനെ പണയപ്പെടുത്തിയ കാര്യമൊന്നും നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വീട്ടുകാരെ അറിയണം. അപ്പോൾ നീ എന്തിനാ പിന്നെ നവ്യനെ കുറ്റപ്പെടുത്തുന്നത്, അവളും നിന്നെപ്പോലെ തന്നെയല്ലേ ഓരോന്ന് ചെയ്തു കൂട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദനാണെങ്കിലും ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ട് നീ എന്തായാലും ഇങ്ങനെ പണം വാങ്ങിച്ചിട്ടുള്ള പൈസ ഞാൻ എന്തായാലും തിരിച്ചു കൊടുക്കും, അതെന്ത് വന്നാലും എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദൻ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടുന്ന് പോവാണ്. പിന്നീട് നന്ദു ആണെങ്കിലും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് എന്തിൻ്റെ ആവശ്യമാണ് ഇങ്ങനെ പണം പലിശയ്ക്ക് എടുത്തിട്ട് അയാളെ ഇങ്ങനെ ആരും അറിയാതെ വീട്ടിൽ പൂട്ടിയിട്ടു, അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ, അമ്മയ്ക്ക് എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. കനകയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അയാൾ എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടല്ലേന്ന്, അമ്മയ്ക്ക് എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്ദുവിനോടാണെങ്കിലും നീ പാല് കുടിക്കുന്ന അറിയണം, എനിക്കങ്ങ് വേണ്ട, അമ്മ തന്നെ അങ്ങ് കുടിച്ചു പറഞ്ഞിട്ട് നന്ദു ഒന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് പോകട്ടോ. പിന്നീട് അഭിയാണെങ്കിലും ഇങ്ങനെ ആദർശം ഇങ്ങനെ ഓഫീസിൽ വെച്ച് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ അപമാനിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ജലജ അവിടെ നിന്ന് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ഇന്നലെ നടന്ന സംഭവങ്ങളൊന്നും ഇപ്പോഴും മറന്നിട്ടില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ പെട്ടെന്ന് മറക്കാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ഇന്നലെ നീ ഇൻസൾട്ട് ചെയ്ത അവനുണ്ടല്ലോ, അവന് കുട്ടിക്കാലം മുതലേ ഒരു രോഗമുണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആദർശിന് അവനിങ്ങനെ ഇൻഹേലർ ഇല്ലാതെ ശ്വാസം കിട്ടാതെ പഴയുന്നത് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ 2-3 ദിവസം കഴിഞ്ഞാൽ ഒരു യാത്ര ഉണ്ടാവും ഇവിടുന്ന്. അപ്പോൾ അതിന്ന് അച്ഛനും അമ്മയൊക്കെ എല്ലാവരോടും സംസാരിക്കും. എല്ലാവരുടെ മുന്നിലും വെച്ച് നിന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുള്ള ആദർശം ഇങ്ങനെ ശ്വാസം കിട്ടാതെ പെടയുന്നത് നിനക്ക് തന്നെ കാണാമെന്ന് പറയാണ്. അപ്പോൾ അഭിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ആദർശം മരിക്കണമെന്നൊന്നും എനിക്കില്ലായിരുന്നു, ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട് എനിക്ക് അതിൻ്റെ അപ്പുറത്താണ് ആഗ്രഹം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവൻ മരിച്ചു കഴിഞ്ഞ ശേഷം അവൻ്റെ ഭാര്യ വിധവയായി ഇവിടെ നിൽക്കണം. അപ്പോൾ എന്തായാലും അവളെ ഇപ്പം ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന മുത്തശ്ശിയൊക്കെ തന്നെ അച്ഛനും അമ്മയും തന്നെ അവളെ ഇവിടുന്ന് ഇറക്കി വിട്ടോളൂ എന്ന് പറയാണ്. പിന്നീട് അത് കഴിഞ്ഞ് ഇങ്ങനെ നിൻ്റെ കൂടെ കൂടിയിരിക്കുന്ന നവ്യനെ അവിടുന്ന് പറഞ്ഞു വിടാം, പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കും, അങ്ങനെ എന്തായാലും ഇങ്ങനെ MD സ്ഥാനം അങ്ങനെ അബിക്ക് കിട്ടുമെന്നൊക്കെയാണ് കേട്ടോ ജലജ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ആദർശ് മരിച്ചു കഴിഞ്ഞാൽ എന്തായാലും അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ചിറകൊടിയും മുത്തശ്ശിയുടെയും ചിറകൊടിയും എന്നൊക്കെ ഇങ്ങനെ അബി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ജലജ അത് സമ്മതിക്കുന്നുണ്ട് കേട്ടോ, അത് ശരിയാണ്. അപ്പോൾ എൻ്റെ ഏട്ടത്തിക്കാണെങ്കിലും മരുമോള ചതുർത്ഥിയാണല്ലോ,
അപ്പോൾ എന്തായാലും പിന്നെ അവളുടെ കാര്യം പറയണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായാലും എന്തായാലും നിൻ്റെ സമയമൊക്കെയാണ് വരാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ജലജ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി കാത്തിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ നിനക്ക് ആ MD സ്ഥാനം കിട്ടും, അതുവരെ നീ അങ്ങ് കാത്തിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.